നോക്കണം ഈ വഴികൾ നിറയെ കതിരു കൊയ്തെടുത്തവരുണ്ട്. ഒരുമ്മത്തിന്റെ നാടയിൽ കടഞ്ഞെടുത്ത മുത്തുകളുണ്ട്. കർമ്മവീതിയിൽ കരുത്ത് കാട്ടിയുള്ള കൂട്ടരെ, കലിമയിൽ കുരുത്ത് വീര്യ ചരിതം തീർത്ത ലോകരെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ആദരവ് നിറഞ്ഞ നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മളൊക്കെ വളരെ സന്തോഷത്തിലാണ്, വളരെ ആനന്ദത്തിലാണ്. 1926 രൂപീകൃതമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപക ദിനം എന്ന നിലയിൽ ഇന്നത്തെ ദിവസം ആചരിക്കുന്ന പരിപാടികളിൽ നമുക്ക് സാന്നിധ്യം അറിയിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകി എന്നതാണ്. അൽഹംദുലില്ലാഹ്. നമുക്കറിയാം, ലോകത്തിൻ്റെ അതിൽ കേരളം ലോകഭൂപടത്തിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് കേരളം എന്നൊരു സംസ്ഥാനം, ആ സംസ്ഥാനത്തിൻ്റെ ഒരുപാട് നല്ല വൈവിധ്യങ്ങളുണ്ട്. വൈവിധ്യങ്ങളിൽ നല്ലതുണ്ട്. നമുക്കറിയാം, ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ നാട് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഭൂപ്രകൃതി വളരെ മനോഹരമാണ്. കേരളീയ ഭക്ഷണങ്ങൾ വളരെ സന്തുലിതാവസ്ഥയുള്ളതാണ്. കേരളത്തിലെ വസ്ത്രരീതി മനോഹരമാണ്. പെരുമാറ്റ രീതി, അതുപോലെ മനുഷ്യരുടെ നീളങ്ങൾ പോലും, വണ്ണങ്ങൾ പോലും, മുഖലക്ഷണങ്ങൾ പോലും കേരളീയൻ്റെ തിരിച്ചറിയാവുന്ന രീതിയിലും മനോഹരവുമായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. നമുക്കൊക്കെ അതിൽ സന്തോഷം തോന്നുന്നവരുമാണ്. അതോടൊപ്പം തന്നെ ആത്മീയ മേഖലയിലും അള്ളാഹുവിൻ്റെ വലിയൊരു സഹായമാണ് മുസ്ലിം ഉമ്മത്തിന് നൽകിയത് കേരളത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ ഒരു സംഘടന. ഈ സംഘടന രൂപീകൃതമാവേണ്ടുന്ന കാര്യങ്ങളെയും കാലഘട്ടങ്ങളെയും നമുക്കറിയാം. ആ കാലഘട്ടം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ വികലമാക്കാനുള്ള തന്ത്രങ്ങളോടെ ഒരു വിഭാഗം മുന്നിലേക്ക് വന്നപ്പോൾ തടയിടുക എന്നത് പരിശുദ്ധ ദീനിൻ്റെ ചുമതലയായി അന്നത്തെ മഹാന്മാരായ ഔലിയാക്കളായ പണ്ഡിതന്മാർ ഉൾക്കൊള്ളുകയും അതിനുവേണ്ടി അവർ പ്രവർത്തിക്കുകയും ചെയ്തു. അവരുണ്ടാക്കിയൊരു പ്ലാറ്റ്ഫോമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ പ്ലാറ്റ്ഫോം. സംഘടന രൂപീകരിച്ചതിന് ശേഷം അതിൻ്റെ പ്രവർത്തന പദ്ധതികളെക്കുറിച്ചും നമുക്ക് വിശദീകരിച്ചു തന്നു. ഒരു രാജ്യത്ത് ഏത് രൂപത്തിൽ, ഏത് ഭാവത്തിൽ ഈ മുസ്ലിം ഉമ്മത്ത് പ്രവർത്തിക്കണമെന്നും എങ്ങനെ വിശ്വാസത്തെ കൊണ്ടുപോകണമെന്നും കൃത്യമായി വരച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമ കാണിച്ചു തന്നു. അതോടൊപ്പം തന്നെ വിശ്വാസരംഗത്ത് നമുക്കറിയാം, ഇന്ന് ലോകത്ത് പൊതുവെയും ഇന്ത്യയിൽ പ്രത്യേകിച്ചും പരിശുദ്ധ ഖുർആനിനെതിരായിട്ടുള്ള രൂക്ഷമായ വിമർശനങ്ങളുള്ളതാണ്. പരിശുദ്ധ ഖുർആനെ വ്യാഖ്യാനിച്ച് ഒരു വിഭാഗം ആ രൂപത്തിലേക്കും ആ ഭാവത്തിലേക്കും എത്തിച്ചു എന്നത് തന്നെയാണ് ഇതിൻ്റെ വിവക്ഷ. പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങൾ ഉണർത്തി, പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത് നിങ്ങളുടെ സ്വയബുദ്ധിയിലല്ല, അത് മഹാന്മാരായ മുൻഗാമികൾ അവർ വരച്ച് കാണിച്ചു തന്ന, പഠിപ്പിച്ചു തന്ന വഴികളിലൂടെ, അവർ നമുക്ക് പഠിപ്പിച്ചു തന്ന വഴികളിലൂടെ ആയിരിക്കണം വ്യാഖ്യാനിക്കേണ്ടതും പരിചയപ്പെടുത്തേണ്ടതും എന്നും സ്വന്തമായ ബുദ്ധിയെ പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയതാണ്
ഇന്നത്തെ കാലഘട്ടത്തിൽ നാം അനുഭവിക്കുന്നതിൻ്റെ വിഷയങ്ങൾ നമുക്കറിയാം. ഷാബാനു കേസിൽ കോടതി വിധി വന്നത്, അതോടൊപ്പം തന്നെ ഇന്ന് ചാനൽ ചർച്ചയിലായാലും പൊതുസമൂഹത്തിൻ്റെ ചർച്ചയിലായാലും പരിശുദ്ധ ഖുർആനിൽ കാഫിര്യങ്ങളെ കണ്ടാൽ കൊല്ലണമെന്ന് പറയുന്നില്ലേ? പരിശുദ്ധ ഖുർആനിൽ കാഫിര്യങ്ങളുമായി അവിശ്വാസികളുമായി ഒരു തരത്തിലും ബന്ധം പാടില്ലെന്ന് പറയുന്നില്ലേ എന്ന് പറഞ്ഞ് അത് ഖുർആനിൻ്റെ പരിഭാഷയിലുണ്ട് എന്ന് പറഞ്ഞ് തർക്കിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, എവിടെ നിന്ന് കിട്ടി? ആരാണതിന് വഴിവെച്ചത്? ആരാധന വളമിട്ട് കൊടുത്തത്? ആ വിശ്വാസധാരക്കെതിരായിട്ടും അങ്ങനെ പരിശുദ്ധ ദീനിൻ്റെ പ്രയാണത്തെ തടസ്സപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളുമായി വന്നപ്പോഴാണ്, അതിന് തുടക്കം കണ്ടപ്പോഴാണ് മഹാന്മാരായ ഔലിയാക്കൾ ഉൾപ്പെടെ എല്ലാവരും കൂടിച്ചേർന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കി. നമുക്കറിയാം പശ്ചാത്തലങ്ങളെക്കുറിച്ചൊക്കെ. ഇന്ന് ഡിബേറ്റിൻ്റെ കാലമാണ്. അല്പം ഉപനിഷത്തുകളോ അല്ലെങ്കിൽ സംസ്കൃത ശ്ലോകങ്ങളോ അറിയുന്നുവെങ്കിൽ, അതോടൊപ്പം തന്നെ ഇംഗ്ലീഷിലുള്ള ബൈബിളിലെ ചില വാചകങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ, ഇത് പൊതുനിരത്തുകളിലിരുന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെ വെച്ച് തുലനം ചെയ്ത് ഡിബേറ്റുകൾ നടത്തി, വെല്ലുവിളികൾ നടത്തി പരിശുദ്ധ ഈമാൻ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു ചിലർ. ഇസ്ലാമിലേക്ക് വരുന്നവരുണ്ട്, ഇസ്ലാം പുൽകുന്നവരുണ്ട്, ഇസ്ലാമിലേക്ക് ആശ്ലേഷിച്ച് വരുന്നവരുണ്ട്, ഇസ്ലാമിനെ സ്വീകരിച്ച് വരുന്നവരുണ്ട്. ആ സമൂഹത്തെയും ആ പരിപാടികളെയും ആ പ്രവർത്തനങ്ങളെയും പരിഹസിക്കുന്ന രൂപത്തിലേക്ക് പരസ്യമായി പൊതുനിരത്തുകളിൽ തുടങ്ങിയപ്പോഴാണ് പ്രിയപ്പെട്ടവരെ അപകടകരമായ അവസ്ഥയല്ലേ ഉണ്ടായിട്ടുള്ളത്. പരിശുദ്ധ ദീൻ വിശ്വാസ പ്രമാണം സ്വീകരിക്കാൻ വേണ്ടി, അതിലേക്ക് വരുന്നതിന് വേണ്ടി മുൻകാലങ്ങളിൽ ആരെയാ സമീപിച്ചിരുന്നത്? ഏത് രൂപത്തിലാണ് സമീപിച്ചിരുന്നത്? ഇങ്ങനെ ആയിരുന്നുവോ? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ മഹിതമായ രൂപം, പ്രവർത്തനം ഇന്ത്യയിലെ, വിശിഷ്യ കേരളത്തിലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങളിൽപ്പെട്ട വലിയൊരു അനുഗ്രഹമാണ് മുസ്ലിം ഉമ്മത്തിന് ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിൻ്റെ മനോഹരമായ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ എങ്ങനെ ഈ മുസ്ലിം ഉമ്മത്തിനെ നയിച്ചു എന്നത് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ വളരാത്ത, ഇവിടെ വന്നലിക്കാത്ത തീവ്ര ഭീകരവാദികളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സമസ്ത അത് തടയിട്ടു എന്ന് തന്നെയാണ് ബോധ്യമാവുന്നത്. ആ മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതോടൊപ്പം തന്നെ ഒരു മനുഷ്യൻ്റെ പുരോഗതി എന്നത് അവൻ്റെ സാമ്പത്തികമായ അഭിവൃദ്ധിയല്ല മാനദണ്ഡം, അവൻ്റെ ആരോഗ്യമല്ല മാനദണ്ഡം, അവൻ്റെ ഭൗതികമായ വിഭവങ്ങളിലല്ല മാനദണ്ഡം. ഒരു മനുഷ്യൻ്റെ ഉയർച്ചയും വളർച്ചയും അവൻ്റെ ആത്മീയമായ, അവൻ്റെ സ്വഭാവ രൂപീകരണത്തിലുള്ള, അവൻ്റെ പെരുമാറ്റ രൂപീകരണത്തിലുള്ള ഔന്നിത്യമാണ് എന്നും ആത്മീയമായ പരിപോഷണമാണ് എന്നും അതിനേക്ക് ആവശ്യമായ മാർഗങ്ങൾ മുൻഗാമികളായ സച്ചരിതരായ നിഷ്കളങ്കരായ നിസ്വാർത്ഥരായ ആ മഹാപണ്ഡിതന്മാരെയും ഔലിയാക്കന്മാരെയും അവരുടെ കാൽപ്പാടുകളെ അങ്ങേയറ്റം അനുധാവനം ചെയ്യലാണ് എന്ന് നമ്മെ നിഷ്കർഷിക്കുകയും ഉപദേശിക്കുകയും ചെയ്ത മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ പരിധി വിട്ടവരെക്കുറിച്ചൊക്കെയും നമുക്കറിവുള്ളതാണ്.
ആ മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപക ദിനമായ ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം, സമസ്തയുടെ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. സമസ്തയുടെ പേരും അതിൻ്റെ ലോഗോയും അതിൻ്റെ ചിഹ്നങ്ങളും അതിൻ്റെ പതാകയുമൊക്കെയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും വാണിജ്യവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഘട്ടമാണിത്. പച്ചയായ പൊള്ളത്തരങ്ങളെ കാണിച്ച്, പച്ചയായ കള്ളത്തരങ്ങൾ കാണിച്ച് ഈ സംഘടനയെ അവമതിക്കാനുള്ള ശ്രമം അതായിരുന്നു ഒരു ഘട്ടത്തിൽ മഹാനായ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിൻ്റെയും മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെയും നേതൃത്വം സ്വീകരിച്ചത്. 1921 26 സമസ്ത രൂപീകരിക്കുന്നതിന് കാരണങ്ങൾ പലതും, അതിൽ പല കാരണങ്ങളിലും ഇതുപോലെ സമൂഹത്തിൽ വ്യവസായവൽക്കരിക്കപ്പെടുന്ന രൂപത്തിലേക്ക് വിശ്വാസ പ്രമാണങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതും ഇതിൻ്റെ അങ്ങനെയുള്ള തിന്മകൾക്കെതിരായുള്ള പ്രവർത്തനങ്ങളും സമസ്തയുടെ പ്രവർത്തനങ്ങളായി മാറ്റി അതിൻ്റെ വലിയൊരു ബഹിർസ്ഫുടനമായിരുന്നു ഒരു ഘട്ടത്തിൽ കേരളം കണ്ടത്. അവിടെ നിന്നിങ്ങോട്ട് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ തൊട്ട് സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വരെ നമുക്ക് കാണിച്ചു തന്ന മാതൃക കേരളീയ ഉമ്മത്തിന് ബോധ്യമുണ്ട്. സ്ഥാപനവൽക്കരിക്കപ്പെടുകയും അതിനുശേഷം വ്യക്തിപൂജയിലേക്ക് എത്തുകയും ചെയ്യുന്ന രൂപത്തിലുള്ള ഘട്ടങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട സമസ്തയുടെ പ്രവർത്തകന്മാർക്ക് തെറ്റിദ്ധാരണ പരത്തുന്ന വിധത്തിൽ അവകാശവാദങ്ങൾ മുഴുവൻ ആവാഹിക്കാൻ ശ്രമിക്കുന്ന വിഭാഗങ്ങളെയും കരുതലോടെ കാണേണ്ടിയിരിക്കുന്നു എന്ന് ഈ സമയം ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം കേരളത്തിൽ വേരൂന്നിക്കൊണ്ടിരിക്കുന്ന തീവ്രമായ ഭീകരമായ അവസ്ഥ അപകടകരമാണ്. പരിശുദ്ധ ദീനിൽ ഒരിക്കലും അഡ്രസ്സ് ചെയ്യിച്ചിട്ടില്ലാത്ത വിധത്തിൽ, ഒരിക്കലും കാണിച്ചിട്ടില്ലാത്ത വിധത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് തടയിടാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ മഹാനവറുകളിൽ തൊട്ട് സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് വരെയുള്ള ആ സരണിക്ക് സാധിക്കൂ എന്നത് വ്യക്തമാണ്. സമസ്തയുടെ പ്രവർത്തകന്മാർക്കുള്ള ഉത്തരവാദിത്തങ്ങളിൽപ്പെട്ടതാണ്. ആ വിഭാഗത്തെയും ആ പ്രവർത്തനശീലങ്ങളെയും പ്രവർത്തനശൈലികളെയും പൊതുജന സമക്ഷം അവതരിപ്പിക്കുകയും യഥാർത്ഥ ദീനിൻ്റെ സത്യയെയും വ്യക്തമായ ബാന്ധാവിനെയും പൊതുജനത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും പരിശുദ്ധ ദീൻ എന്നുള്ളത് അതൊരു വ്യാവസായിക ഉൽപ്പന്നമല്ല എന്നും പൊതുജനത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതൊക്കെയും ഉത്തരവാദിത്യം അള്ളാഹുവിൻ്റെ ഔലിയാക്കളാൽ നിയന്ത്രിക്കപ്പെടുന്ന മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ
സംഘടനയെ നെഞ്ചോട് ചേർത്ത പ്രവർത്തകന്മാർക്കാണ് എന്നതിന് സംശയമില്ല. വലിയൊരു വിപത്തിലാണ് നമ്മുടെ നാടുള്ളത്. പള്ളികൾ അടക്കപ്പെടുകയാണ്. പരിമിതമായ തുറക്കലുകൾ അനുവദിക്കപ്പെടുന്നുണ്ടെങ്കിലും പൊതുവായി അടക്കപ്പെട്ടിരിക്കുകയാണ്. ജനങ്ങൾ ഭീതിയിലാണ്. സാമൂഹിക അകലങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു, മാനസിക അകലങ്ങളും കൂടുന്നു. എങ്ങും ഭീതിയിലായിക്കൊണ്ടിരിക്കുകയാണ്. കൊറോണയുടെ പുതിയ പുതിയ വേർഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇതൊക്കെയും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾക്ക് പല വിഷയങ്ങളുണ്ടാവാം. എന്നാൽ പോലും ഇതൊക്കെയും ചെറുത്തു തോൽപ്പിക്കാൻ ആത്മീയമായൊരു സരണിക്ക് സാധിക്കും എന്നത് സംശയമില്ലാത്തതാണ്. ദുആഇനെ കൊണ്ടല്ലാതെ അള്ളാഹുവിൻ്റെ ഖളാഇനെ തടയുക സാധ്യമല്ല എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ദുആ ചെയ്യാൻ, അതിൻ്റെ ആത്മീയമായ കിരണങ്ങളെ പ്രകാശിപ്പിക്കാൻ ബഹുമാനപ്പെട്ട അള്ളാഹുവിൻ്റെ ഔലിയാക്കളാൽ നിയന്ത്രിക്കപ്പെടുന്ന മഹാന്മാരായ സ്വാത്വികന്മാരായ നിഷ്കളങ്കരായ നിസ്വാർത്ഥരായ ആലിമീങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന സംഘടന എന്ന നിലയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകന്മാർക്ക് സാധ്യമാവേണ്ടതുണ്ട്. നമ്മുടെ വീടുകൾ അതിനുള്ള കേന്ദ്രങ്ങളായിത്തീരണം. പ്രാർത്ഥനാ സദസ്സുകൾ സംഘടിപ്പിച്ച് അത് സമസ്തയുടെ പ്രവർത്തകൻ്റെ ഉത്തരവാദിത്തമാണ്. ആത്മീയമായൊരു വഴിയാണ് നമ്മുടെ മുന്നിലുള്ളത്. സാമൂഹ്യാകലം മീറ്ററുകളുടെ വർധനവ് കൊണ്ടോ, 1 മീറ്റർ എന്നുള്ളത് 2 മീറ്റർ ആക്കിയോ കൊണ്ടോ, ഗ്ലൗസ് 2 എക്സ്ട്രാ കൂട്ടിയത് കൊണ്ടോ മാത്രം തടയപ്പെടാൻ പറ്റുന്നതല്ല ഇത്. ഇതിന് ആത്മീയമായ ഒരു പ്രതലമുണ്ട്. ആ പ്രതലത്തെയും ഉപയോഗപ്പെടുത്തണം. ആ പ്രതലം കൊണ്ട് മാത്രമേ പൂർണ്ണമായൊരു കീഴടക്കം സാധ്യമാവൂ എന്നാണ് ഒരു വിശ്വാസിയുടെ ഹൃദയം പറയുന്നത്. ആ പരിവർത്തനത്തിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ സമൂഹത്തെയും ബോധ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിനെ ആ ദിശയിലേക്ക് ചിന്തിപ്പിച്ച് മുസ്ലിം ഉമ്മത്തിന് അതിനുള്ള പ്രായോഗിക പരിശീലനങ്ങൾ നൽകി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാവണം. SYS അതിൻ്റെ ആ രൂപത്തിലാണ് ഉള്ളത് എന്ന് നമുക്കെല്ലാം ബോധ്യമാണ്. മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സ്ഥാപന ദിനത്തിൽ ഇനിയും ഒരുപാട് പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് ഇതുമായി കൂട്ടിച്ചേർത്ത് നമ്മുടെ മഹല്ലുകളിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ മഹല്ലുകളിൽ, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് മനോഹരമായ ജീവിതശൈലിയിലേക്ക് തിരിച്ചു പോവേണ്ടതും ഉണ്ട്. നിയമപാലകന്മാർ, അതോടൊപ്പം ഈ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്നവർ, ആരോഗ്യ പ്രവർത്തകന്മാർ എല്ലാം വളരെ കരുതലോടെ ഇരിക്കുമ്പോൾ മുസ്ലിം ഉമ്മത്തിൻ്റെ ഭാഗത്തു നിന്നും അതിനോട് താല്പര്യം പ്രകടിപ്പിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്ന സമീപനങ്ങളും ഉണ്ടാവണം എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ കലിമത്ത് കൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. അള്ളാഹുവെ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ രാജ്യത്ത് വന്നുവിട്ടിരിക്കുന്ന ഈ മഹാവിപത്ത്, ലോകത്ത് വന്നുവിട്ടിരിക്കുന്ന മഹാവിപത്തിൽ നിന്നും അള്ളാഹുവെ നീ രക്ഷ നൽകണേ റഹ്മാനെ. ഒരുപാട് നമ്മുടെ പ്രവർത്തകന്മാർ, ഈ പതാകയെ നെഞ്ചോട് ചേർത്തവർ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹുവെ, അവരുടെ എല്ലാം ഖബറുകളെ നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരുപാട് പണ്ഡിതന്മാർ മരണപ്പെട്ടു പോയി. അള്ളാഹു, അവരുടെ എല്ലാം ഖബറുകളെ നീ സന്തോഷിപ്പിക്കണേ റഹ്മാനെ. നമ്മുടെ ഒരുപാട് പ്രവർത്തകനുമായി ബന്ധപ്പെട്ടവർ പലരും വെന്റിലേറ്ററിലും ആശുപത്രിയിലുമുണ്ട്, ചികിത്സയിലുണ്ട്. ചിലർ മാരകമാണ്, ചിലർ ചെറുതാണ്. എന്നാൽ പോലും
അള്ളാഹു എല്ലാവർക്കും നീ ഷിഫ നൽകണേ അള്ളാഹ്. ഷിഫയുടെ ബാബുകൾ നീ തുറക്കണേ റഹ്മാനെ. നമ്മുടെ നാട്ടിലെ കച്ചവടക്കാർ വറുതിയിലാണ്, പ്രയാസത്തിലാണ്. എല്ലാ വിഭാഗം കച്ചവടക്കാരും വളരെ പ്രയാസത്തിലാണ്. കച്ചവടമില്ലാതെ കടം കയറിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നീ രക്ഷ നൽകണേ റഹ്മാനെ. അതോടൊപ്പം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തിന് പ്രയാസപ്പെടുന്ന രൂപത്തിൽ പഴയ കാലത്ത് പഠിക്കാൻ പറ്റുന്നത്ര പഠിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അള്ളാഹു എല്ലാ കാര്യങ്ങളും നീ റാഹത്തിലും സന്തോഷത്തിലും ഭംഗിയിലാക്കി ഞങ്ങളെ മക്കളെഴുതിയ പരീക്ഷകളിൽ നല്ല വിജയം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളെ കുടുംബിനികൾ സന്തോഷകരമായ ജീവിതം അവർക്ക് നീ നൽകണേ റഹ്മാനെ. അള്ളാഹുവെ ഈ നാടിന് വേണ്ടി സേവനം ചെയ്യുന്ന ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനുള്ളവർ, ഈ രാജ്യത്തിന് കാവൽ നിൽക്കുന്ന പ്രിയപ്പെട്ട പട്ടാളക്കാർ, അള്ളാഹു എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ കലിമത്ത് കൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിനാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി സയ്യിദിനാ വശഫീനാ ഹബീബിനാ മുസ്തഫാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ചുള്ള ഒരു ചെറിയ പ്രസംഗമാണ് ഞാൻ ഇവിടെ നിർവഹിക്കാൻ വേണ്ടിയിരിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അല്ലാഹു തആല നമുക്ക് നൽകിയ മറ്റൊരു നിയമത്താണ് അനുഗ്രഹമാണ്. കേരളീയ മുസ്ലിം സമൂഹത്തിന് അല്ലാഹു അനുഗ്രഹിച്ചു വളരെ വലിയ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നു. അതിലൊന്ന് മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ദീനിനെ മുറുകെ പിടിക്കാൻ കേരളീയർക്ക് കഴിഞ്ഞു എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രൻ പുലർത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിലെ രാജാവ് ചേരമാൻ പെരുമാൾ അത് കാണുകയും ആ സംഭവത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അങ്ങേയറ്റം താല്പര്യമെടുക്കുകയും ചെയ്തു. അത് മക്കയിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ചേരമാൻ പെരുമാളിന് അങ്ങോട്ട് പോകണം എന്ന് വലിയ ആഗ്രഹമാണ്. അങ്ങനെയുള്ള ആഗ്രഹം മനസ്സിൽ വെച്ച് നിൽക്കുന്ന സമയത്ത് സൗദിയിലെ ഒരു യാത്രാ സംഘം ചൈനയിലേക്ക് പോകുന്നതിന്റെ ഭാഗമായി വിശ്രമത്തിന് വേണ്ടി കൊടുങ്ങല്ലൂരിൽ അവരിറങ്ങി. ചേരമാൻ പെരുമാൾ മഹാനവറികൾ ആ യാത്രാ സംഘവുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ സൗദിയിലുള്ളവരാണെന്ന് അറിഞ്ഞു. അപ്പോ ചേരമാൻ പെരുമാൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം പറഞ്ഞു, എനിക്ക് സൗദിയിലേക്ക് വരണം, എനിക്ക് പ്രവാചകനെ കാണണം. അപ്പൊ ഇവര് പറഞ്ഞു, ഞങ്ങൾ ചൈനയിലേക്ക് പോകണം, ഇപ്പൊ ഞങ്ങളുടെ കൂടെ നിങ്ങൾ വന്നാൻ പറ്റില്ല. അപ്പൊ ചേരമാൻ പെരുമാൾ മഹാനവറികൾ പറഞ്ഞു, നിങ്ങളെന്താ തിരിച്ചു വരുമ്പോൾ ഇങ്ങോട്ട് വരും, അപ്പോഴേക്ക് ഞങ്ങളുടെ യാത്രകൾ നീക്കം കൂട്ടാം. അങ്ങനെ തിരിച്ചു വരുമ്പോഴേക്ക് ഈ രാജാവ് തന്റെ അധികാരങ്ങളൊക്കെ അടുത്ത തലമുറക്ക് കൈമാറി യാത്രയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കവും കൂട്ടി കാണിക്കുന്നു. ആ യാത്രാ സംഘത്തോടൊപ്പം നാലാളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമയത്തെത്തി. ഞാൻ വളരെ ഷോർട്ടായി പറയാം. പരിശുദ്ധ ഷഹാദത്ത് വേണ്ടി പ്രവാചക വേദിയുടെ സഹാബാക്കൾ ഭാഗമായി ചേർന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചേരമാൻ പെരുമാൾ രാജാവിന് താജുദ്ദീൻ എന്ന പേര് നൽകി.
കുറച്ചു കാലം അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചു. പിന്നെ വലിയൊരു ആഗ്രഹമുണ്ട്, കേരളത്തിൽ ദീൻ സംരക്ഷണം എത്തിക്കണം എന്ന് ഈ രാജാവിന് ആഗ്രഹം. അല്ലാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആഗ്രഹം പറഞ്ഞപ്പോൾ ഒരു സംഘത്തെ ഒന്നിച്ചയച്ചു. യാത്രാമധ്യേ ചെയർമാൻ ഒരുപാട് രോഗിയായി വഫാത്താകും എന്ന് തോന്നിയപ്പോൾ ഒരു കത്ത് കൊടുത്തു. ഇവരെ പറഞ്ഞു, ഞാൻ മിക്കവാറും മരിക്കും, ഞാൻ മരിച്ചാൽ നിങ്ങൾ യാത്ര മുടക്കരുത്, നിങ്ങൾ തുടരണം. അവിടെ ചെന്ന് ഈ കത്ത് എന്റെ അനന്തരക്കാർക്ക് ഏൽപ്പിച്ചാൽ മതി, നിങ്ങൾക്ക് വേണ്ട സൗകര്യമൊക്കെ ചെയ്തു. അങ്ങനെ വഫാത്തായി. പിന്നെ യാത്രാ സംഘവും മടിച്ചു. ഇനി നമ്മൾക്ക് യാത്ര മുമ്പോട്ട് പോയിട്ട് കഴിയില്ല, നമ്മുടെ യാത്ര നയിച്ച ആള് മരിച്ചല്ലോ, ഇനി നമുക്ക് തിരിച്ചു പോകാം എന്ന് കരുതി ഇങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്ക് സ്വപ്നത്തിൽ കാണുന്നു. അന്ന് ഈ ഫോണോ മൊബൈല് മറ്റു പ്രയോജനമില്ല. അതിന്റെ ഒരു മറ്റൊരു വഴിയാണ് സ്വപ്നം, മൊബൈലിന്റെ മറ്റൊരു പതിപ്പ്. റസൂൽ വഫാത്തായ കാലമല്ലോ, ഹയാത്തുള്ള കാലമാണ്. സ്വപ്ന ദർശനം ഉണ്ടായി. നിങ്ങൾ എന്തിനാ യാത്ര കൊടുക്കുന്നത്? നിങ്ങൾ പോകണം, നിങ്ങൾ അതിന്റെ ഗൗരവം അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ ദീൻ എത്തിക്കണം എന്ന് റസൂൽ പറയാണ്. അങ്ങനെ നിരന്തരം ശബ്ദം കണ്ടപ്പോ അവര് വരാൻ തീരുമാനിച്ചു. അവര് വന്നു. അങ്ങനെ ദീൻ ഇവിടെ പ്രചരിപ്പിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി കൊടുങ്ങല്ലൂരിന്റെ പള്ളിയാണ്. അതിനുശേഷം ഉണ്ടായ മാടായി പള്ളിയിലടക്കം ഹിജ്റ 5-ാം വർഷം എന്ന് എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഹിജ്റ 5-ന് മുമ്പ് തന്നെ കേരളത്തിൽ ദീനിന്റെ സന്ദേശം എത്തി എന്നർത്ഥം. അപ്പൊ നമ്മുടെ ഉസ്താദുമാര് സഹാബാക്കളാണ്, അവിടുന്ന് ഇവിടെ തുടങ്ങുന്നത്. അങ്ങനെ തലമുറയായി നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാരൊക്കെ അതിന്റെ പിൻഗാമികളാണ്. ദീൻ എന്താണ് എന്നവർ പഠിപ്പിച്ചു കൊടുക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിർദ്ദേശം നൽകിയിട്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്ന ദർശനം വരുന്നത്. അല്ലാഹുവിന്റെ നിർദ്ദേശം ഇല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം കാര്യം പറയില്ല. അപ്പൊ അല്ലാഹു നമുക്ക് വലിയ അനുഗ്രഹം ചെയ്തു. നമ്മളിപ്പോ ഇത്ര ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മളൊക്കെ മുഅ്മിനീങ്ങളുടെ മാതാപിതാക്കളെ മക്കളായി പറഞ്ഞല്ലോ. അൽഹംദുലില്ലാഹ്, വലിയ നിഅമത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ ദീൻ നമുക്ക് പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല നമ്മളെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല തന്നെ പണി എല്ലാം ചെയ്യുന്ന ആളുടെയാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഞാൻ വരുമ്പോൾ ഒരു പള്ളി കണ്ടു. ആ പള്ളി ഉണ്ടാക്കണമെന്ന് ആരുടെയും മനസ്സിലാക്കാൻ തോന്നിച്ചു കൊടുത്താണ്. അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. നന്മയുടെ മാർഗത്തിൽ നമ്മൾ ചിന്തിച്ചാൽ നമ്മെ നയിക്കുന്ന അല്ലാഹുവായിരിക്കും. തിന്മയുടെ കാര്യത്തിൽ ചിന്തിച്ചാൽ നമ്മളെ നയിക്കുന്നത് മറ്റേ പിശാചായിരിക്കും. അപ്പൊ കള്ളിഷാപ്പ് തുടങ്ങണമെന്ന് ചിന്തിച്ചാൽ ഒരു കാര്യം ചോദിച്ചു കൊടുക്കും, അത് മറ്റവനാണ്. അതിനും അല്ലാഹു കഴിവ് നൽകിയിട്ടുണ്ട് പിശാചിന്. അപ്പൊ നന്മയുടെ മാർഗത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ നയിക്കുന്നത് അല്ലാഹുവായിരിക്കും. ആ അല്ലാഹു അബുദത്തിന്റെ വലിയ അനുഗ്രഹം എന്ന നിലക്കാണ് മഹാന്മാരായ സഹാബാക്കൾ നമുക്ക് ദീൻ എന്താണ് എന്ന് പഠിപ്പിച്ചു. അതിനുശേഷം ഇവിടെ പറഞ്ഞതുപോലെയുള്ള മഹാന്മാരായ പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ വലിയൊരു പരമ്പര, ആ പരമ്പരയാണ് പിന്നെ നമ്മളെ നയിച്ചത്. ആ മഹാന്മാരായ പണ്ഡിത ശ്രേഷ്ഠന്മാര് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പെട്ടെന്ന് 1920 ശേഷം കേരളത്തിൽ ചില വിദഗ്ധ പ്രസ്ഥാനങ്ങളുടെ ചലനങ്ങൾ ആരംഭിച്ചു തുടങ്ങി.
അവർ നമ്മുടെ ഈ അനുഷ്ഠിച്ചു വരുന്ന നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സഹാബാക്കളെ കൊണ്ട് പഠിപ്പിച്ചു തന്ന ദീനുണ്ടല്ലോ, ആ ദീനിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ദീൻ ഒരു കൂട്ടർ പ്രബോധനം ചെയ്യാൻ തുടങ്ങി. നമ്മുടെ പല ആചാര അനുഷ്ഠാനങ്ങളെയും അനാചാരമായി വ്യാഖ്യാനിക്കാൻ തുടങ്ങി. മലയും മൊയ്തും പാടുണ്ടോ, ആയത്തുണ്ടോ, ഹദീസുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. ആ സമയത്ത് അന്ന് ജീവിച്ചിരിപ്പുള്ള അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളിൽ പ്രമുഖനായ ഖുത്ബുസ്സമാൻ വരക്കൽ പോയത്തങ്ങൾ ചിന്തിച്ചു, ഞാനിങ്ങനെ ഒരു പണ്ഡിതൻ എന്ന നിലക്കുള്ള എന്റെ ദൗത്യം നിർവഹിച്ചാൽ പോരാ. വരുന്ന ആളുകൾക്ക് പത്തു കൊടുക്കുക, മസീദ് ചോദിച്ചവരോട് മസീദ് പറഞ്ഞു കൊടുക്കുക, ഈ മാതിരി ദൗത്യമൊന്നും പോരാ. ഒരു എന്ന നിലയ്ക്ക് യോജിച്ചു നിൽക്കണോ എന്ന് മഹാൻ അവരോട് ചിന്തിച്ചു. എന്ന് പറഞ്ഞാൽ അള്ളാഹു അവരുടെ ചിന്ത മനുഷ്യരുടെ മനസ്സിലേക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഒരു നല്ല ചിന്ത മുട്ടയുടെ മനസ്സിലേക്ക് അള്ളാഹു കൊടുത്തു. രണ്ട് വിഭാഗമാണ് ആണ് സമൂഹത്തിന്റെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കുന്നത്. ആശയം മാത്രം പറയാം. രണ്ട് വിഭാഗമാണ് സമൂഹത്തിന്റെ ഭാഗതയെ നിർണ്ണയിക്കുന്നത്. ഒന്ന് പണ്ഡിതന്മാരാണ്, മറ്റൊന്ന് ഉമറാക്കളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് ഇസ്ലാമിന്റെ വെളിച്ചം വിളംബരം ചെയ്യുന്നതിൽ യമനികൾക്ക് വലിയ പങ്കുണ്ട്. അൽ ഇമാമി യമാനിയും യമനിൽ നിന്നാണ് ഇതൊക്കെ ഈ വെളിച്ചം വരിക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹുവിന്റെ വലിയൊരു നിയമത്തിലൊന്ന് ആലോചിക്കുകയും വരക്കൽ വിലക്കയറ്റങ്ങൾ എങ്ങനെയാണ് യമനിൽ നിന്ന് മൂപ്പർ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നത് വരാനുള്ള ഒരു കാരണമുണ്ടായി, ഒരു സബബുണ്ടായി. സബബ് ഉണ്ടാക്കിയതാരാണ്? അള്ളാഹുവാണ്. യമനിലെ വരക്കൽ മലയോത്തങ്ങൾ ഇങ്ങോട്ട് വന്നു. സയ്യിദ് റഹ്മാൻ ബാഫത്തിന്റെ കുടുംബം യമനിൽ നിന്ന് വന്നതാണ്. വരാനുള്ള സബബുണ്ടായി, അള്ളാഹു ഉണ്ടാക്കി നമുക്ക് വേണ്ടി. മഹാനായ ശൈഖുൽ അസ്ഹറുമായി കഥകൾ യമനിൽ നിന്ന് വന്നാണ് ആ കുടുംബം. അവർക്ക് ഇങ്ങോട്ട് വരാനൊരു തോന്നലുണ്ടായി, അല്ലെങ്കിൽ ഒരു കാരണം ഉണ്ടായി. അത് ഉണ്ടാക്കി അള്ളാഹു റബ്ബുൽ ഇസ്സത്താണ്. അള്ളാഹുവിന്റെ വലിയ ഒരു അനുഗ്രഹങ്ങളുടെ തണൽ നമ്മുടെ മുമ്പിൽ ഉണ്ട്, നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഇവിടെ വന്നു. യമനിൽ നിന്ന് ആണല്ലോ ഇസ്ലാമിന്റെ പ്രഭ ലോകത്ത് വിളംബരം ചെയ്യപ്പെടും. വരകൽ വല്ലപ്പങ്ങൾ വന്നു, ബാബക്കലുകൾ വന്നു, പൂക്കോഴത്തങ്ങൾ വന്നു, പാണക്കാട്, അതുപോലെ ശേഖരാശംസയുടെ വന്നു. ഇവരെല്ലാം കൂടി കേരളത്തിലേക്ക് പോയി. നമുക്ക് ആലിമകളുടെ നേതൃത്വം ഉണ്ടായി, ഉമറായിന്റെ നേതൃത്വം ഉണ്ടായി. രണ്ട് വിഭാഗത്തെ അള്ളാഹു ശക്തിപ്പെടുത്തി നമ്മുടെ മുമ്പിൽ. അങ്ങനെ നമ്മൾ ഇന്ത്യക്ക് ലോകത്തിന് മാതൃകയായി. സ്വച്ഛാ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ആദിവാസികളെക്കാളും ഹരിജനങ്ങളെക്കാളും കുറഞ്ഞാണ്. പക്ഷെ അത് കേരളത്തിന് ബാധകമല്ല. കേരളത്തിലെ മുസ്ലിമീങ്ങൾ വേറിട്ടാണ്, അവർ വേറെ തന്നെയാണ്. കാരണം ഈ രണ്ട് കൂട്ട് നമ്മുടെ കൂടെ ഉണ്ടായി. നമുക്ക് അള്ളാഹു നൽകി. അവർ നൽകിയ നേതൃത്വത്തിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു ചിന്ത വന്നപ്പോഴാണ് അവർക്ക് വെളിപ്പെടുത്തിയുടെ മുമ്പിൽ അള്ളാഹു ഇങ്ങനെ ഒരു ചിന്ത കൊടുത്തത്. ഇനി യോജിച്ചു നിൽക്കണം. അങ്ങനെ അലിമികളെ വിളിച്ചു കൂട്ടി. അന്നത്തെ വലിയ മഹാന്മാരെ വിളിച്ചു കൂട്ടിയത്. അന്നത്തെ മഹാപണ്ഡിതന്മാരെയൊക്കെ വിളിച്ചു കൂട്ടിയ കൂട്ടത്തിൽ അവരുടെ യോഗ്യത എന്തെന്ന് പറയുന്നത് അതിലൊരു ചെറുപ്പക്കാരുണ്ടായിരുന്നു, ഏറ്റവും പ്രായക്കാരായ. അത് റയീസുൽ മുഹദ്ദിഥീൻ ഉസ്താദുൽ അസാത്തിദ് കണ്ണീർ അഹ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ. ആ മീറ്റിംഗിൽ ഏറ്റവും ചെറിയ പ്രായമുള്ള മുപ്പരാണ്. വളരെ ചെറുപ്പം, ഒരു 10-25 വയസ്സിന് മുമ്പാണ്. സമസ്തയുടെ സ്ഥാപക മീറ്റിംഗ് കൊണ്ടുപോയി. ആദ്യത്തെ യോഗ്യത എന്താ മുപ്പര യോഗ്യത? ആ യോഗ്യത ഞാൻ കുറച്ച് കൂടുതൽ പഠിച്ചിട്ടുണ്ട്. കാരണം ഞാൻ മാവൂര് എനിക്ക് ബിസിനസ് ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. മാവൂര് വായക്കാട്ടെ കയറിക്കരെ ഞാൻ വായക്കാട്ടെ ഇടയ്ക്ക് വന്നപ്പോൾ കണ്ണീസ്വാദിയായിട്ട് വന്നപ്പോൾ കണ്ണീസ്വാദിന്റെ സമപ്രായക്കാരും ഒരു ഈ മഹാന്റെ കാര്യത്തിൽ അത്ഭുത സ്തബ്ധരാണ്.
മനുഷ്യനെ പറ്റി പറയുന്ന എനിക്ക് സംശയം തോന്നുന്നു. അവര് പറയാറുണ്ട്, അവർ പറയും ഒരു കറാത്ത് ചെയ്യില്ല, ഒരു കറാത്ത് ചെയ്യില്ല, ഒരു സുന്നത്ത് ഒഴിവാക്കില്ല. ഇത്ര എളുപ്പമാണ് പറയാൻ. നിങ്ങൾ തീരുമാനിച്ചു നോക്കി, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഒരു കറാത്ത് നോക്കൂല, ഒരു കറാത്ത് ചെയ്യില്ല, ഒരു സുന്നത്ത് ഒഴിവാക്കില്ല. ഒന്ന് തീരുമാനിച്ചു നോക്കി, അപ്പം അറിയാൻ ഗൗരവം. ഇത് ജീവിതത്തിൽ മുമ്പ് ചെയ്തിട്ടില്ല എന്നാ പറയുന്നത്. ഒന്നിച്ച് ജീവിച്ച ആൾക്കാർ ഒരു കറാത്ത് ചെയ്യില്ല, ഒരു സുന്നത്ത് ഒഴിവാക്കില്ല. ഇത് അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവലുള്ള ആളുകൾക്ക് മാത്രമേ കഴിയൂ. ഒരു സാധാരണ മനുഷ്യന്മാർക്ക് കഴിയുന്ന പാടല്ലേ. അവര് പറയാറുണ്ട്, ആഗ്രഹങ്ങൾ പറയാറുണ്ട്, ഈ മനുഷ്യരെ ഒന്നുമില്ലാത്ത സമയത്ത് തൊടാൻ ഞങ്ങൾ പേടിയാണ്. ഒന്നുമില്ലാത്ത സമയത്ത് കൈ പിടിക്കാൻ പേടിയാണ്. ഈ ഒരു മനുഷ്യനെ പറ്റി പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. ഒരു മനുഷ്യനെ പറ്റി ഒന്നിച്ച് ജീവിച്ചിട്ട് ആളുകൾ പറയാം. ഞാൻ സാധാരണ പ്രസംഗത്തിൽ പറയാറുണ്ട്, മലയാളത്തിലെ ഭാഷയുടെ ഏറ്റവും നല്ലതിനെ പറ്റി പറയും, പളുങ്കുപോലെ പരിശുദ്ധമാണ്. ഞാൻ പറയാറുണ്ട്, മലയാള ഭാഷയോട് ഞാൻ അനീതി ചെയ്യുന്നു. കണ്ണിന്റെ സ്ഥാനത്തെ പറ്റി ഞാൻ അങ്ങനെ പറയില്ല. പളുങ്കിനേക്കാൾ പരിശുദ്ധനാണെന്ന് പറയും. പളുങ്ക് പോലെ പറയില്ല. പളുങ്ക് രണ്ടാമത് പറയാറ് കണ്ണിസ്ഥാനെ അപേക്ഷിച്ച് അത്ര വലുതാണ് കണ്ണിന്റെ സ്ഥാനം. മഹാനവர்கள் ആ മഹാനവരുടെ അള്ളാഹു നമ്മുടെ എല്ലാ സ്വർഗത്തിൽ ക്ഷണിച്ചു. മറ്റൊന്ന് നമുക്ക് നേതൃത്വം വഹിച്ച ശൈഖുനാ ശംസുലുലമായിട്ടാണ് മഹാനവറുകൾ ചെയ്തു. മഹാനവറുകൾ ആ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടില്ല. അന്ന് മുമ്പ് അതിനേക്കാൾ ചെറുതാണ്. ശൈഖുനാ ശംസുലുലമായി തങ്ങൾ ഒരു അത്ഭുതമാണ്. 16 വയസ്സ് പ്രായമുള്ള സമയത്താണല്ലോ ഉസ്താദന്മാര് പറഞ്ഞത്, വാപ്പാനോട് ഈ കുട്ടിയെ നിങ്ങൾ ഓതാനായിട്ടില്ല, നിങ്ങൾ ദർശിപ്പിച്ചിട്ടുണ്ട്, അതിന് ഓതി കൊടുക്കാൻ പറ്റുന്ന ആരും ഇപ്പം ജീവിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് 16 മിക്കവാറും 16 വർഷം കഴിഞ്ഞ കുട്ടികളെ ഇവിടെ 16 വയസ്സ് കഴിഞ്ഞ കുട്ടിക്ക് 16 വയസ്സിലെ കുട്ടിയെ പറ്റി ഇങ്ങനെ പറയണമെങ്കിൽ അതിന്റെ അത്ഭുതം എന്താണ്? അതിന്റെ അത്ഭുതം എന്താണ്? ആ കുട്ടി 16 വയസ്സ് കഴിഞ്ഞ് വേലൂരിൽ ചേരാൻ പോയിട്ട് ഈ കുട്ടിയെ കണ്ടപ്പോ വലിയ താടിയും തലപ്പാവുള്ള അനിമകൾ ഈ ചെറിയ പയ്യനെ കണ്ടപ്പോ ചോദിച്ചു, കുട്ടി എന്താ കുട്ടി ഇവിടെ വന്നത്? അപ്പൊ കുട്ടി അങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാ വന്നത്? ഞങ്ങളിവിടെ പഠിക്കാൻ വന്നത്. അപ്പൊ ഈ കുട്ടി പറയാണ്, ഞാൻ ചാൻസ് ഉണ്ടെങ്കിൽ പഠിക്കാനാണ്, അല്ലെങ്കിൽ പഠിപ്പിക്കാനാണ് വന്നത്. 16 വർഷത്തെ കുട്ടിയെ പറയുന്നത്. വേലൂരിൽ വെച്ചിട്ട് കുട്ടിക്കളിയല്ലേ. 16 വയസ്സിലെ കുട്ടി പറയാണ്, ഞാൻ ചാൻസ് ഉണ്ടെങ്കിൽ പഠിക്കാൻ വന്നതാണ്, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ വന്നത്. ആ കുട്ടി അവിടെ അവസാനം പഠിപ്പിക്കാൻ തിരിച്ചു വന്നത്. ഞാൻ അതൊന്നും പറയുമ്പോൾ സഭയിൽ അവരോട് ദീർഘമായി പറയുന്നില്ല. ആ മഹാനായ ശംസുലുലമായി തങ്ങൾ മഹാനവറുകൾ ഹജ്ജിന് പോയ സമയത്ത് സൗദി അറേബ്യയിലെ ചീഫ് മുഫ്തി, ലോകപ്രശസ്തനായ പണ്ഡിത ശ്രേഷ്ഠൻ, അല്ലാഹുവിന്റെ ന്യായീകരണ പ്രമുഖനായ സയ്യിദ് മുഹമ്മദ് മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ശൈഖുനാ ശംസുലുലമയെ കണ്ട് പരിചയപ്പെട്ടപ്പോ പിന്നെ ശൈഖുനയുടെ കൈ പിടിക്കില്ല, പിന്നെ വടി പിടിച്ചിട്ടുണ്ട്. ഒന്നിച്ച് ഒരുപാട് ശിഷ്യന്മാരുണ്ടാവും, പണ്ഡിതന്മാർ. അവിടെ അങ്ങനെയാണ്. ഈ അറബിയിലൊക്കെ ഏതാണ് വലിയ ഉസ്താദിന്റെ കൂടെ എപ്പോഴും വലിയ ആരെങ്കിലും സഞ്ചരിക്കും. എന്ത് പറയുമ്പോഴും മുത്തുമണികളെ രേഖപ്പെടുത്താൻ വേണം. അപ്പൊ അവരുടെ കൂടെ സഞ്ചരിക്കുന്ന ശിഷ്യന്മാർ ചോദിച്ചു, എന്താണ് വടി പിടിച്ച് ചുപ്പിച്ചത്? എനിക്ക് കൈ പിടിക്കാൻ പേടിയാവുന്നു. അതൊക്കെയാണ് വിചാരിച്ചത്. ഹാഫിദ് അബ്ദുൽ റഹ്മാൻ മൗലവിയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ശൈഖുനാ ശംസുലുലമ ആരാണ് നമുക്ക് തിരിഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു കാരണം പറഞ്ഞത് ഇതാണ്. ഈ കാരണം പറഞ്ഞുകൊണ്ട് അവർ ശംസുലുലമയെ നമുക്ക് തിരിഞ്ഞിട്ടില്ല. തിരിഞ്ഞ ആളാണ് വടി പിടിച്ച് ചുംബിച്ചത്, തിരിയാത്ത നമ്മളാണ് കൈ പിടിച്ച് ചുംബിക്കുന്നത്. അദ്ദേഹം ഉദാഹരണം പറഞ്ഞത്, ഒരു നാട്ടിൽ മഴ കിട്ടാനിട്ട് ആളുകൾ കൂടി പ്രാർത്ഥന നടത്തി, മഴ കിട്ടിയില്ല. ഒരു സ്വാലിഹായ മനുഷ്യൻ പ്രാർത്ഥിച്ചു, റഹ്മാനായ റബ്ബേ, എന്റെ കണ്ണുകളുടെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് മഴ വർഷിപ്പിക്കണമേ. പെട്ടെന്ന് മഴ കിട്ടി. അപ്പൊ ആളുകൾക്ക് അത്ഭുതം. ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് കണ്ണിന്റെ ബർക്കത്ത് പറഞ്ഞത്? അപ്പൊ മുമ്പ് പറഞ്ഞു, അടുത്ത കാലത്ത് ഒഫാത്തായി പോയ മഹാനായ ഒരു വലിയുണ്ടല്ലോ, ആ വലിയനെ ഞാൻ സ്ഥിരമായി സന്ദർശിക്കാറുണ്ട്. നിരവധി തവണ എന്റെ കണ്ണിന്റെ നേത്രം കൊണ്ട് ഞാൻ ആ വലിയനെ കണ്ടിട്ടുണ്ട്. ഞാൻ എന്റെ കണ്ണിന്റെ ബർക്കത്ത് പറഞ്ഞാൽ ആ വലിയനെ ഒരുപാട് തവണ കണ്ട കണ്ണുകളുടെ ബർക്കത്ത് എന്ന് പറഞ്ഞത്. അപ്പോ
അവിടെ ഒരു യുക്തിവാദം ഒരു ചോദ്യം ഉണ്ടായി. പിന്നെ അങ്ങനെ കണ്ണിന് വർക്കത്തുണ്ടാവുമെങ്കിൽ റസൂലുള്ളാഹിനെ കണ്ട അബൂജഹലിന്റെ കണ്ണിന് വർക്കത്ത് വേണ്ടി. അപ്പോ ഈ മഹാനായ ഈ സാലിഹായ മനുഷ്യൻ പറഞ്ഞു, അബൂജഹൽ റഹ്മത്തുള്ളാഹി അലൈഹി റസൂലുള്ളാഹിനെ കണ്ടിട്ട് കേട്ടോ, റസൂലുള്ളാഹിനെ കണ്ട സിദ്ദീഖ് തങ്ങളാണ്, ഉമർ തങ്ങളാണ്, അലി തങ്ങളാണ്, ഉസ്മാൻ തങ്ങളാണ്, 1 ലക്ഷക്കണക്കിന് സഹാബാക്കൾ റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ട്. അവരുടെ കണ്ണുകൾക്ക് വർക്കത്തുണ്ട്. അബൂജഹൽ കണ്ടത് ഒരു മുഹമ്മദിനെയാണ്, റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് കണ്ണിന് വർക്കത്തില്ല. അപ്പൊ കണ്ണ് കണ്ടു, പക്ഷേ റസൂലുള്ളാഹിനെ കാണാൻ അബൂജഹലിന് കഴിയില്ല. ഒരു മുഹമ്മദിനെ മാത്രമേ നമ്മൾ ശംസുലുള്ളയെ കാണാൻ നമുക്ക് കഴിഞ്ഞില്ലെന്നാണ് അബ്ദുൽ ഗഫാർ മൗലവിയുടെ വാദം. അയാൾ ഹനഫി മദ്ഹബിന്റെ വലിയൊരു പണ്ഡിതനാണ്. ഉഫ്ഫോണിന്റെ മുൻ ചെയർമാനായിരുന്നു. ഹാഫിളാണ്, കോട്ടയത്താണ്, തിരുവനന്തപുരം കോട്ടമറ്റാണ്, തെക്കാണ്. അപ്പൊ അയാൾ പറഞ്ഞത് ഒരു പുസ്തകത്തിൽ എഴുതിയതാണ്, ശംസുലുള്ളയെ കാണാൻ നമുക്ക് ഭാഗ്യം ഉണ്ടായിട്ടില്ല. വടിപിടിച്ച് ചുംബിച്ച് അള്ളാഹുവിന്റെ ആയിരങ്ങൾപ്പെട്ട മഹാൻ ശംസുലുള്ളയെ കണ്ടു. അള്ളാഹുവിന്റെ അദൃശ്യ ലോകത്ത് ഈ മഹാനായ നക്ഷത്രം എങ്ങനെ വെട്ടി തിളങ്ങുന്നു എന്ന് അള്ളാഹുവിന്റെ ആയിരങ്ങൾപ്പെട്ട ആ മഹാന് മനസ്സിലായി. അപ്പൊ ശംസുലുള്ള അത്ര വലുതാണ്. ആ ശംസുലുള്ളയെ തങ്ങളെ കുറിച്ച് രണ്ട് ഉസ്താദ്, പിന്നെ നമ്മുടെ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, മുജദ്ദിദാണ്, ഒരു നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ്. ആരാ നമ്മുടെ പിന്നെ നമ്മൾ ആലിക്കുട്ടി ഉസ്താദ്, അപ്പോഴത്തെ ജനറൽ സെക്രട്ടറി, ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇബ്രാഹിമിനെ കാണാൻ ഭാഗ്യം ലഭിക്കാത്ത നമുക്ക് അല്ലാഹു തആല നൽകിയ മറ്റൊരു ഇബ്രാഹിമാണ്. അത്ര വലിയ മഹാനാണ് നമ്മെ നയിച്ച മഹാനായ ശംസുൽ മാലിക്. ഞാൻ പറയുന്നു, എങ്ങനെയുള്ള മഹാന്മാരൊക്കെ നേതൃരംഗത്ത് വന്ന വലിയ ഒരു പ്രസ്ഥാനം സമസ്തകളുടെ ജീവിതത്തിലുമാണ്. കേരളത്തിലാണ് ഉണ്ടായത്. ഇന്ത്യക്ക് മാതൃകയാണ്, ലോകത്തിന്റെ വെളിച്ചമാണ്. ഇതിന് സമാനമായി മറ്റു സഭയില്ല, ഇതിന് സമാനമായി മറ്റൊന്നില്ല. ജുമാ ഖുതുബ പ്രാദേശിക ഭാഷയിലാവുമെന്ന് റാബിത്തുൽ ആലമീൻ ഇസ്ലാമിയുടെ നമ്മുടെ പ്രമേയം പാസാക്കിയിട്ടുണ്ട്. അങ്ങനെ വെല്ലുവിളിച്ച സമസ്തയാണ്. അവസാനം മാപ്പ് കൊടുത്തു സമസ്തക്ക് കത്തയച്ചു. എന്നിട്ട് ഒരു പ്രതിനിധിയൊക്കെ വന്നു ശംസുലുള്ളയെ കാണാൻ, ഈ കത്തയച്ച ആളെ കാണാൻ. അന്ന് പൂച്ചക്കാടായിരുന്നു ഒരു ദർശി. അവിടെ പോയിട്ടാ കണ്ടത്. മാപ്പ് പറയാൻ വേണ്ടിയാ പറഞ്ഞു. റാബിത്തുൽ ആലമീന്റെ പ്രതിനിധി. അത്ര വലിയ മഹാന്മാരെ നയിച്ച ഒരു പ്രസ്ഥാനം ഇന്നും വലിയ മഹാന്മാർ നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നു. അലിമികൾ അവർ ഓർമ്മയാപ്പെട്ടതില്ല. കോട്ടുമല അബൂബക്കർ മഹാനവരുണ്ട്. ജീവിതത്തിന് ഒരു അനുഭവം ഞാൻ പറയാം. മുമ്പ് സുഖമില്ലാതെ മൂത്രത്തിൽ പൈപ്പ് ആവശ്യം സഞ്ചിയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കണം. പക്ഷെ ഒരു ഭയങ്കര ഡിസ്ചാർജ് വാങ്ങും. പട്ടിക്കാരി ജാമ്യം കുട്ടികളുടെ വർഷം അവിടെ സബത്ത് നടക്കുന്നില്ല, സബത്ത് മുടങ്ങിപ്പോയിട്ടുണ്ട്. ഞാൻ കൈകാര്യം ചെയ്ത സബ്ജക്റ്റുകൾ മാറ്റി വെക്കണം, അതുകൊണ്ട് എനിക്ക് ഡിസ്ചാർജ് വേണം നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ ഡോക്ടർമാർ ഡിസ്ചാർജ് കൊടുത്തു. പക്ഷെ മൂത്രത്തിൽ സഞ്ചിയുടെ ബാക്കിയാണ്. വീട്ടിൽ വന്നപ്പോഴേ അവരുടെ അപ്പൻ വന്ന് എനിക്ക് കോളേജിൽ പോകണം. മക്കൾ ചോദിച്ചു, വാപ്പ ഏത് കോളേജിൽ കോളേജിൽ പോയി നിർബന്ധിച്ച് മൂപ്പര് കോളേജിൽ പോയി. എന്നോട് നമ്മുടെ മത്സ്യ മുഹമ്മദ് ഫൈസി അവസരം പറഞ്ഞത്, മൂപ്പര് ബസ്സിന്റെ ബാക്കിലെ ബസ്സിനെ പോകണം, വേറെ താളൊന്നുമില്ലല്ലോ. ബസ്സിന്റെ ബാക്കിലെ ഡോറിനെ കൂടി കയറി. ആരെ ശ്രദ്ധപ്പെട്ടില്ല. മൂപ്പർ ഒരു കയ്യിൽ മൂത്രത്തിന്റെ സഞ്ചി, മറ്റേ കയ്യിൽ ബസ്സിന്റെ കമ്പി പിടിച്ച് പട്ടിക്കാർ ജാമ്യം വീടില്ലേ ഇൽമിന്റെ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് കൊണ്ടോട്ടി ദർശനത്തെ സമയത്ത് ഇവരുടെ ആളായിരിക്കും. കൊണ്ടോട്ടി ദർശനത്തെ സമയത്ത് ഒരു 3000 കോടി ചോദിച്ച് പറഞ്ഞു കൂത്തുപെടുത്തായിരുന്നു വെടിക്കുന്നതായി ഒന്നുണ്ടാക്കുന്നത്. ഇറക്കി വന്നപ്പോ ഒരു ഒന്നുണ്ടാക്കാണ്. അപ്പൊ ഉസ്താദ് നിസ്കരിക്കുമ്പോഴേക്കും ഞാൻ ചായ ഉണ്ടാക്കാം. അപ്പൊ പറഞ്ഞു, മോനെ ഇപ്പോൾ ചായ വേണ്ട, ഞാൻ പൂക്കട്ടൂരി ഇറങ്ങിയിരുന്നു, അവിടുന്ന് ചായ കുടിച്ചിരുന്നു. മൊയ്തു എനിക്ക് ചായ വാങ്ങിച്ചു. അവിടെ മൊയ്തു ഫൈസി ഇവിടെ ശിഷ്യനെ, അവിടെ മുതിരി സൂപ്പര് മൊയ്തു എനിക്ക് ചായ വാങ്ങിച്ചാൽ പറ്റുള്ളൂ, ഇപ്പൊ ചായ വേണം. അപ്പൊ ഉസ്താദിനെ പൂക്കോട്ട് ഇറങ്ങിയത്. അതുപോലെ എനിക്ക് ശക്തി മൂത്രം ഇത് ഇടങ്ങാറായിട്ട് ഞാൻ അവിടെ ഇറങ്ങിയത് വൃത്തിയാക്കിയിട്ട് ബസ്സിൽ കയറിയതാണ്. ഇവിടെ വീണ്ടും ഇതൊന്നും അറിഞ്ഞ് ഇടങ്ങാറായതുകൊണ്ടാണ് ഇവിടെ ഇറങ്ങിയത്.
കോഴിക്കോട്ടേക്ക് വിദ്യാഭ്യാസ ബോർഡ് മീറ്റിങ്ങിന് പോയി. വിദ്യാഭ്യാസ ബോർഡ് മീറ്റിങ്ങിന് പോയപ്പോ അന്നത്തെ മാനേജർ യൂസഫ് ഹുസൈൻ ചോദിച്ചു, ഞാൻ ഇതൊക്കെ ഇവരോട് പറയുന്നത് നിങ്ങൾ ഇത് ആക്ടിവിറ്റികളെ കുറിച്ച് പഠിക്കണം, അപ്പൊ നിങ്ങൾക്ക് ചൈതന്യം വർദ്ധിക്കും. അതുകൊണ്ടാണ് മാനേജർ പറഞ്ഞു, ഇതെങ്കിലും ഇങ്ങനെ കഠിനമായിട്ട് വരും, ഒരു ടാക്സി പിടിച്ച് വന്നു മോനെ, അതൊക്കെ വലിയ കാര്യമാണ്, ടാക്സിക്ക് വലിയ കാര്യമാണ്. അപ്പോ ഈ മൂസഫിജാൻ പറഞ്ഞു, ഉസ്താദ് അതിന് ഉസ്താദ് കാര്യം ഉണ്ടല്ലോ, വിദ്യാഭ്യാസ ബോർഡ് മീറ്റിങ്ങിന് വന്നാൽ അതുകൊണ്ട് വിദ്യാഭ്യാസ ബോർഡിൽ ചെലവഴിക്കുക, ഉസ്താദിന് ആ കാര്യം കൊടുക്കുന്നു. അപ്പൊ മൂപ്പര് പറഞ്ഞു, വിദ്യാഭ്യാസ ബോർഡിന്റെ കയ്യിൽ കാര്യമുണ്ട്, പക്ഷെ അത് എനിക്കും നിനക്കും ദൂർത്തടിക്കാനുള്ളതല്ല കേട്ടോ, രൂക്ഷമായാണ് പ്രതികരിച്ചത്. കോട്ടുമല ഉസ്താദ് മഹാനവർ എലിമിനെ എത്രമാത്രം സ്നേഹിച്ചു എന്നതിന്റെ തെളിവാൻ പറ്റി. ഞാൻ പറയുന്നു, അതാണ് സംസ്ഥയ്ക്ക് ചോദിച്ചത്, നിങ്ങൾ മനസ്സിലാക്കണം. സി എച്ച് ഹൈദരാബാദ് മുസ്ലിം മഹാനവറുകൾ എന്റെ അടുത്ത് വളരെ അടുത്താണ്, 15 വയസ്സുകാലം പോലെ എനിക്ക് മൂപ്പര് പരിചയം. മൂപ്പര് ഓരോ മഹല്ലുകളിൽ പോവാണ് സമസ്തയ്ക്ക് വേണ്ടി, പാണക്കാട് ഭൂപായത്തങ്ങളുടെ നിർദ്ദേശമനുസരിച്ച്. അങ്ങനെ 5.5 റേഞ്ചിൽ വന്നിട്ടുണ്ട്, അന്നാണ് ഞാൻ പരിചയപ്പെട്ടത്. എല്ലാ മഹല്ലുകളിലും പോകും. എന്നിട്ട് ഒരു ദിവസം മറ്റു രക്ഷിതാക്കളുടെ മീറ്റിംഗ് രാത്രി മതിയാവും ജനങ്ങളെ ബോധവൽക്കരിക്കും. അങ്ങനെ മൂപ്പര് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോയി. സാധാരണ എവിടെ വിളിച്ചാലും വരും, വായനയൊക്കെ വിളിച്ചാൽ. വായന കഴിഞ്ഞ് ഒന്നെങ്കിൽ ഏതെങ്കിലും പിന്നെ ഒരു വണ്ടിക്കാരി കയറും, അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിക്കായിരിക്കും, ലോറി ആയാലും ശരി ജീപ്പായാലും ശരി ഇങ്ങനെ പോകും. അതൊക്കെ ഒരു സംഭവം കൊടുക്കും. മലപ്പുറം ജില്ലയിൽ ഒരു ദിവസം ഒരു പ്രസവം കഴിഞ്ഞ റോഡ് നോക്കുമ്പോൾ ഒരു ജീപ്പ് വന്നു, ചുവന്ന ലൈറ്റൊക്കെ കറങ്ങുന്ന ജീപ്പാണ് കാണിച്ചാൽ. അപ്പൊ വണ്ടി നിർത്തിയിട്ട് ഒരു ഉയർന്ന പോലീസ് ഓഫീസറാണ്, SP ആണ് മലപ്പുറത്ത്. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം, കാണുന്ന വണ്ടിക്ക് കൈകാണിക്കാണോ? ഇതൊരു പോലീസ് ഓഫീസർ വണ്ടിയാണെന്ന് അറിഞ്ഞുകൂടി, ഈ ചുവന്ന ലൈറ്റിങ്ങനെ കറങ്ങുന്ന വണ്ടിയാണ്. അപ്പൊ മഹാനായ ശ്രീ പറഞ്ഞു, സമസ്തന്റെ മനസ്സിലെ കേട്ടോ, മൂപ്പര് പറയണു ഇങ്ങനെ താഴെ കഥയിലൊന്നും മൂപ്പര് പറയണത്, ഈ പോലീസുകാരുടെ കൂട്ടത്തിൽ നല്ല മനുഷ്യന്മാരുണ്ടാവും തോന്നിച്ച് കൈകാണിച്ചാണ്. SP ബഹുമാനം തോന്നി. എല്ലാവരും ബഹുമാനിക്കുന്നവരെ ലോകം ബഹുമാനിക്കുന്നു, ഒന്നാമത് ഭയപ്പെടുന്നവർ. SP ഒന്നിച്ചത് കയറ്റിയത്, ബാക്കിൽ കയറ്റിയില്ല, അറസ്റ്റ് ചെയ്ത ആൾക്കാർ തോന്നുന്നു. അതുകൊണ്ട് തന്റെ കൂടെ തന്നെ ഇരുത്തിയിട്ട് വീട്ടിൽ കടിച്ചത് കൂടെ പറഞ്ഞ് അത് ഇവിടെ ഇറക്കാൻ പറ്റും, അല്ല വീട് വരെ വണ്ടി വരെ വീട്ടിലിറക്കും. അതിന് മാത്രം വാശി പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഇറക്കും. മഹാനായ ശ്രീ ചന്ദ്രസിസ്റ്റ ഒരു ദിവസം വണ്ടി കയറി ഉറങ്ങാൻ മുപ്പത് ഉസ്താദ് പറഞ്ഞു, ഇവിടെ അങ്ങനെ ആർക്കും ഉറങ്ങാൻ പറ്റില്ല കേട്ടോ, കമ്മിറ്റി തീരുമാനിച്ചിട്ട് ഇതാരാണ് ചോദിച്ചിട്ട് അറിയില്ല. അപ്പൊ നേരത്തെ ആരോ പറഞ്ഞല്ലോ, ആരെങ്കിലും അവരുടെ പേര് പറയാൻ ഭയപ്പെടും. അതിലും കാരണമുണ്ട്, അതായത് ഈ സംഭവം. മഹാനവരികൾ പറഞ്ഞു, ഹൈദൂർക്കാരെ ചൂണ്ടിക്കാണിച്ചിട്ട് മുപ്പത് ഉസ്താദിനോട്, ഉസ്താദെ ഞാൻ ഇവിടെ കടന്നോട്ടെ. സമസ്തന്റെ വൈസ് പ്രസിഡന്റ് ഷെയ്ഖുൽ ഹദീസ് എന്ന് പറയാൻ പറ്റുന്ന മഹാനായ ചോദിക്കുന്നത്, മൗലാന ചോദിക്കാണ്, ഞാൻ ഇവിടെ കിടന്നോട്ടെ ഉസ്താദെ. മുക്കിന് പറഞ്ഞു, അവിടെ കിടന്നോട് ഇടങ്ങേറുന്നുണ്ടാക്കുന്നത്. ഹൗദ കിടന്നു. സുബൈന്റെ മുമ്പ് തഹജ്ജുദിന്റെ സമയത്ത് അവിടുത്തെ മുദ്രസ് ഇറങ്ങിയോ, ഹൗദ കിടന്ന് ഒന്നുണ്ടാക്കാൻ നോക്കുമ്പോ ഒരു മനുഷ്യൻ ഹൗദ കിടക്കുന്ന എഴുന്നേൽക്കുന്നു. മുദ്രസ് ജഡ്ജിപ്പോയി, ആരാണ് എന്റെ മുമ്പ് നിൽക്കുന്നത്? ഈ മുദ്രസ് കൈപിടിച്ച് ചുംബിച്ചുകൊണ്ട് ചോദിച്ചു, ഉസ്താദ് ഇതെന്താ ഇവിടെ കാണുന്നത്? അപ്പൊ മുമ്പ് അവിടെ പറയുന്നതാണ്, ഞാൻ കുറ്റക്കാരനല്ലാന്നുള്ള കുഴപ്പത്തിലാണ്. മുഖ്യ ഉസ്താദ് സമ്മതിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് ആ വിനയം നിങ്ങൾ ആലോചിച്ചു. മുഖ്യ ഉസ്താദ് സമ്മതിച്ചിട്ടാണ് ഞാൻ ഇവിടെ കിടക്കുന്നത്. അപ്പോ ഉസ്താദ് ചോദിച്ചു, മുദ്രസ് ചോദിച്ചു, ഉസ്താദിന്റെ പേര് പറഞ്ഞുകൂടായിരുന്നു? ഞാൻ ശ്രീ ചൈതന്യസിലാണെന്ന് പറഞ്ഞു ഇയാൾക്ക് മനസ്സിലാവില്ല. അപ്പൊ പറഞ്ഞു, എന്താ പ്രത്യേകത? ഞാൻ ശ്രീ ചൈതന്യസിലാണെന്ന് കുട്ടി ഇയാളോട് പറഞ്ഞാൽ അദ്ദേഹം ഒരു ചെറിയൊരു കിബർ അതിൽ കൊടുമെന്ന് മുമ്പ് ഭയപ്പെട്ടു. ഞാൻ സാധാരണക്കാരല്ല കേട്ടോ എന്നാണ് അതിന്റെ ധ്വനി, അല്ലേ? ഞാൻ സാധാരണക്കാരല്ല, ഞാൻ കുറച്ച് കാര്യപ്പെട്ട ആളാണെന്നല്ലേ അതിന്റെ ധ്വനി. അത് കിബറിന്റെ അംശമുണ്ട്, അത് അമേരിക്ക നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയപ്പെട്ടാണ് പേര് പറയാതിരുന്നത്. അതാണ് അലിക്കുന്നത്, അതാണ് ഉഹർമയായ പണ്ഡിതന്മാർ. അങ്ങനെയുള്ള മഹാന്മാരാണ് നമ്മെ നയിച്ചത്. നമ്മൾ സിദ്ദീഖികളുടെ കൂടെ പൂർണ്ണമായ സാധിക്കും
അല്ലേ? സിദ്ധികളുടെ കൂടെ പോകണം. ഇവരൊക്കെ ഉള്ള അവസ്ഥാനയുടെ വിഷയത്തിൽ പിന്നെ നമ്മൾ വേറെ ഏത് കൂട്ടത്തിൽ പോകും? വേറെ ഏതിന്റെ കൂടെ പോകും? ഇതിന് സമാനമായതോ ഇതിനേക്കാൾ മെച്ചപ്പെട്ടതോ ഒരു ബുദ്ധിയുള്ളവരും ചൂണ്ടിക്കാണിച്ചാൻ കഴിയും. ഇത്ര വലിയ മഹാന്മാരെ നയിച്ച പ്രസ്ഥാനമാണ്. നമുക്ക് കണ്ണൂർ ജില്ലയിലടക്കം PK ഉസ്താദൊക്കെ ഇതിന് മുൻനിരയിലാണ്. എന്റെ മരണം വരെ കിതാബ് ചൊല്ലിക്കൊടുക്കാൻ തോഫീക്ക് നൽകാൻ വേണ്ടി ദുആ ചെയ്യണം എന്നാണ് എപ്പോഴും പറയും. അല്ലാഹു തആല തോഫീക്ക് നൽകട്ടെ, ആഫിയത്തോടുകൂടി ദീർഘായുസ്സ് നൽകട്ടെ. പിന്നെ മാണിക് ഉസ്താദിന്റെ അതുപോലെ കൊയ്യൂർ ഉസ്താദിന്റെ മകൻ, ഇതിന്റെ വാപ്പുകൊണ്ട് ഒരു വലിയ കൊയ്യൂർ ഉസ്താദ് ഒരു മഹാസംഭവമായിരുന്നു. ഒരു മഹാസംഭവമാണ്. കേരളത്തിൽ അറിയപ്പെട്ട പണ്ഡിതന്മാരുടെ മുൻനിരയിൽ ശൈഖുൽ അഷ്റഫുൽ അടുത്ത അഹിബ്ബാണ്. അപ്പൊ ഞാൻ പറയുന്നത് എങ്ങനെയാണ് മഹാരഥന്മാരാണ് നമ്മൾ നയിച്ചത്? അവരുടെ ജീവിതം മാതൃകയാണ്, അവരുടെ സന്ദേശം നമുക്ക് വെളിച്ചമാണ്, അവരുടെ വഫാത്ത് മാത്രം. താത്തൂർ ഉസ്താദ് കഴിഞ്ഞ മാസം വെച്ചത്, താത്തൂർ ഉസ്താദിനൊക്കെ വലിയ ആൾക്കാർ കൂടുതലുണ്ടാവും, വലിയ മഹാസൂഫിയല്ലേ, ശംസുലബയുടെ ശിഷ്യനാണ് താത്തൂർ ഉസ്താദ്. ഷവ്വാൽ 13 വഫാത്തായി. ഷവ്വാൽ 12 ഒരു വലിയ രോഗിയൊന്നുമല്ല, വീട്ടിൽ നിന്ന് പറയാണ് താടി മുടിയൊക്കെ നന്നാക്കണം. അങ്ങനെ ആളെ വിളിച്ച് താടി മുടിയൊക്കെ നന്നാക്കി അതൊക്കെ കുറച്ച് റാഹത്തായി, അങ്ങനെ കുളിച്ച് റാഹത്തായി കിടന്നു. പിറ്റേന്ന് സാധാരണ കുളിക്കുന്ന സമയത്ത് കുടുംബക്കാരെ കുളിക്കാൻ വെള്ളം ശരിയാക്കി മൂപ്പരെ വന്നപ്പോ മൂപ്പര് പറയാണ്, ഞാനിപ്പോ കുളിക്കുന്നില്ല, കുറച്ച് കേസം നിങ്ങൾ എന്നെ കുളിപ്പിച്ചോ. സാധാരണ കുളിക്കുന്ന ഒരു മഹാൻ പറയാണ്, ഞാനിപ്പോ കുളിക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കുളിപ്പിച്ചോ. അപ്പൊ അതിന് മുപ്പർ വേറെ പുറത്താൻ പറഞ്ഞു, നിങ്ങൾ വീടൊക്കെ വൃത്തിയാക്കില്ല, വീടും പരിസരമൊക്കെ വൃത്തിയാക്കി. അപ്പൊ അന്നാണ് അവിടെ സാധാരണ വീട് വൃത്തിയാക്കാൻ വരുന്ന സ്ത്രീ ഉണ്ട്, അവർ തന്നെ വൃത്തിയാക്കിയത്. വാപ്പ ഇപ്പൊ വൃത്തിയാക്കി പോയിട്ടുള്ളൂ, അല്ല ഇപ്പൊ ഇവിടെ കുറച്ച് ആൾക്കാർ വരാനില്ല, അതുകൊണ്ട് നിങ്ങൾ ഒന്ന് കൂടി വൃത്തിയാക്കി. അപ്പൊ ഇവർക്ക് എന്തൊരു സംശയമുണ്ട്. പിന്നെയാണ് ഈ രണ്ടാമത്തെ വർത്താനം. ആ രണ്ടാമത്തെ വർത്താനം കഴിഞ്ഞിട്ട് പിന്നെ മുപ്പത് അപ്പൊ ഇവർക്ക് അറിയാൻ കൂടി, ഇവർക്ക് തോന്നി എന്തോ സംഭവമാണ്, കുട്ടികൾക്ക് അറിയാൻ തുടങ്ങി. അപ്പൊ ഷാർട്ടാക്കി 3 മലക്കുകൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അത് പറഞ്ഞില്ല, ബാക്കി ഷാർട്ടാക്കി. 3 മലക്കുകൾ വന്നിട്ടുണ്ട്. അല്പസമയത്തിനകം ഇപ്പോൾ കണ്ണടച്ചു, ചൊല്ലി കണ്ണടച്ചു. താത്തൂർ ഉസ്താദ് വലിയ സൂഫിയാണ്, വലിയ പണ്ഡിതനാണ്, ഒരുപാട് ശിഷ്യന്മാരുണ്ട്. ബറേലി ശിഹാബികളുടെയൊക്കെ കൂടെ പട്ടിക്കാട് പഠിച്ചാണ്. ഞാൻ ചോദിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മൂപ്പർ ഒരുപാട് കിതാബുകൾ രചിച്ചിട്ടുണ്ട്, ഒരുപാട് മൗലിദ് കിതാബുകൾ രചിച്ചിട്ടുണ്ട്. അക്കരപ്പുറം മഹാൻ അവരെ പറ്റി ഒരു മൗലിദുണ്ട്, അത്ഭുതപ്പെട്ടു. ആ മൗലിദ് കിതാബ് വായിച്ചാൽ അത്ഭുതപ്പെട്ടിട്ട് മൂപ്പരെ ഉണ്ടാക്കി ഞെട്ടിപ്പോകും. മൂപ്പർ വലിയ കവിയാണ്. ഒരു ബൈറ്റ് മൂപ്പരുടെ ബന്ധം, അടുത്ത ബൈറ്റ് അൽഫയിലും തസ്സുമായി ബന്ധപ്പെട്ടുള്ള ഭാഗം. ഓരോ ബൈറ്റ് ഒരു ബൈറ്റ് മൂപ്പർ വക, അടുത്ത അൽഫയിലും ഒരു ബൈറ്റ് മൂപ്പർ വക, അങ്ങനെ അൽഫയിലുള്ള ബൈറ്റ് ഓർത്തിറക്കിക്കൊണ്ടുള്ള ഒരു മൗലിദാണ് മഹാനായ കത്തടിപ്പുറം അബൂബക്കർ മുസ്ലിം മഹാനവരെ കുറിച്ച് ഈ താത്തൂർ ഉസ്താദ് ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റു ആൾക്കാരെ മരിച്ചുപോയി നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? നമ്മുടെ കൂട്ടത്തിൽ മറ്റുള്ള കാര്യങ്ങളെ അവർ മരണത്തെ പറ്റി നിങ്ങൾ അന്വേഷിക്കുന്നു. മരണത്തെ പറ്റി ഇവിടെ ഒരു സംഭവം ഉണ്ടായി. ബേക്കൽ പള്ളി വിപുലീകരണത്തിന് വേണ്ടി പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് JCB വന്ന് നീക്കപ്പെടുന്നു പില്ലറെടുക്കാൻ വേണ്ടി. ആ സപ്പോർട്ട് ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കുമോ വലിയൊരു സുഗന്ധം വന്നു, അസാധാരണമായ സുഗന്ധം. ദുനിയാവിൽ അത്തരമൊന്നും അമ്മാതിരി സുഗന്ധം ഉണ്ടാവില്ല. അപ്പോ അതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടായി, ഇതെന്താണ് ഇത്ര കബറിന്റെ സ്ഥലം ശ്മശാനയില്ല, JCBന്റെ പണി നിർത്തിച്ചു. ആ സുഗന്ധമുള്ള സ്ഥലത്ത് ഒരു കബർ പഠിക്കാതെ കൊണ്ടുവന്ന് നല്ല മണ്ണ് നീക്കി നോക്കുമ്പോൾ കബറാണ്. അപ്പൊ അന്വേഷിക്കുമ്പോൾ 13 വർഷം മുമ്പ് ഒരു മാമൂച്ചാന്റെ കബറാണ്. മാമൂച്ച 15 വർഷം മുമ്പ് വെച്ചപ്പോ അവിടെ കബറെടുക്കുന്ന ആളുകൾക്ക് ഓർമ്മയുണ്ട്. അപ്പൊ മാമൂച്ചാന്റെ മോനും കൂട്ടത്തിൽ വന്നു. മോൻ അന്ന് ഒപ്പം മരിച്ചപ്പോ മോൻ ഇവിടെ ദുബൈയിലായിരുന്നു, അപ്പൊ മോനക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പൊ വാപ്പാന്റെ കബറ് കുറച്ച് നടന്നപ്പോ മൂപ്പർ വന്നു. അപ്പൊ നോക്കുമ്പോ കഫറൂണി പോകുമ്പോൾ കൂടി വരാൻ വേണ്ടി പെട്ടത്.
കഫൻതുടിക്ക് പോലും കേൾക്കില്ല. അമ്മൂച്ചാന്റെ കഫൻതുടിക്ക് പോലും. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, ഞാൻ അന്ന് എനിക്ക് മയ്യത്ത് കാണാൻ വരാൻ കഴിഞ്ഞിട്ടില്ല, എനിക്കൊന്ന് കാണാൻ അവസരത്തിൽ വന്നപ്പോ സമ്മതം കൊടുത്തു. കഫന്ന് പുടവെന്ന് എഴുതി നോക്കിയപ്പോ താടി രോഗങ്ങൾക്ക് പോലും കേട് പറ്റിയിട്ടില്ല. നിങ്ങൾ അത് ഒരു സാധാരണക്കാരനാണ്, ഒരു സാധാരണ സുന്നി, ഒരു കർഷകൻ. ഞാൻ ആ ജീവൻ അറിഞ്ഞപ്പോ ഞാൻ അവിടെ ചെന്നു. ആ മനുഷ്യന്റെ ജീവിതം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചെന്നത്. ആ വീട്ടിലേക്ക് പോകാൻ നോക്കുമ്പോൾ മകനെ കിട്ടി. മകൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. എന്റെ ഡ്രൈവർ എന്റെ കൂടെ ഉണ്ട്. ആ ഡ്രൈവറെ സംസാരിച്ചപ്പോ ഞാൻ മോനെ മോന്റെ കൂടെ വീട് അറിഞ്ഞു. പിന്നെ വീട്ടിൽ പോകേണ്ടി വന്നിട്ടില്ല. അവരോട് എന്താണ് ഈ വാപ്പാന്റെ സ്ത്രീ ജീവിത രീതിയിൽ അന്വേഷിക്കാനേ ഉദ്ദേശിച്ചത്. എന്താ സ്ത്രീ അലിമികളെയും ഒക്കെ വല്ലാതെ ഇഷ്ടപ്പെടും. തങ്ങന്മാരെയും കണക്കാട് തങ്ങന്മാരെയും ഒക്കെ വല്ലാതെ സ്നേഹിക്കും. സമസ്തന്റെ ഒരാളാണ്, ഒരു സാധാരണക്കാരൻ, ഒരു നാടൻ. നിങ്ങൾ ആലോചിച്ചു, കർഷകനാണ്, കൃഷി നെല്ലെടുക്കാൻ എടുത്തു കഴിഞ്ഞാൽ അരി ഉണ്ടാക്കിയിട്ട് ഈ കുട്ടി പറയണം, എന്റെ ഉമ്മനോട് പറയും, അടുത്ത വീട്ടിലൊക്കെ പോയി അന്വേഷിക്കാൻ ഒരു അരി വേണം ചോദിക്കും. അങ്ങനെ ആവശ്യമുള്ള അരി കൊടുത്തേക്ക് മൂപ്പറ പറയും. മൂപ്പറ സ്വന്തം കൃഷിക്ക് ഉണ്ടാക്കിയായിരിക്കും. മൂപ്പറ തന്നെ വയറ്റിൽ പോയിട്ട് അധ്വാനിക്കും. ഒരു സാധാരണ കർഷകൻ. അല്ലാഹു തആലയുടെ മുഅ്മിനീങ്ങൾ അല്ലാഹു സംരക്ഷിക്കുന്ന സ്ഥാനമാണ്. അപ്പൊ അല്ലാഹുവിന്റെ പൊരുത്തം സമ്പാദിച്ച ഒരുപാട് മഹാരഥന്മാര് നമ്മെ നയിച്ച് നമുക്ക് മാതൃകയായി നമ്മുടെ മുമ്പിൽ ജീവിച്ചിട്ടുണ്ട്. അവർ നമുക്ക് വലിയ മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് സമസ്ത കേരള ജമിയത്തുള്ള ഒരു വടവൃക്ഷമാണ്. ഇതിന്റെ തണലിൽ ഇന്ത്യയിൽ വ്യാപകമായി ഇസ്ലാമിക പ്രബോധനം നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്ത് എവിടെയൊക്കെ മുസ്ലിങ്ങളുണ്ടോ, മലയാളികളുണ്ടോ, അവിടെയൊക്കെ ഇതിന്റെ സന്ദേശം എത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ വളരെ ഭംഗിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ണൂർ ജില്ലയിലും സമസ്ത കേരള ജമിയത്തുലമയുടെ, അതുപോലെ ജമിയത്തുൽ ഉലമ, SYS, SKSB, SMF തുടങ്ങിയ എല്ലാ സംഘടനകളുടെയും ശക്തമായ ഘടകം കണ്ണൂർ ജില്ലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിലും അതുപോലെ കണ്ണൂർ ജില്ലയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം സംഘടനകളുടെ കൂടെ നിൽക്കാൻ നമുക്ക് അവസരമുണ്ടാക്കുന്നത് നമ്മുടെ ജീവിതത്തിന് വലിയ ഭാഗ്യമാണ്. നമ്മളൊക്കെ നന്മയുടെ കൂടെ നിൽക്കാൻ ഏതാണ് വഴി എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇതാണ് നന്മയുടെ വഴി. 1926 ജൂൺ 26-ാം തീയതി മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ തുടങ്ങിയുള്ള ആ കാലഘട്ടത്തിൽ ആരിഫികളും മൗലിയാക്കന്മാരുമായ മഹാന്മാരായ നേതാക്കന്മാരെ സ്ഥാപിച്ചത്. അതുമുതൽ ഇങ്ങോട്ട് ഒരുപാട് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരും ആലിമീകളും നേതൃത്വം വഹിച്ചു വരുന്നതുമായി ഈ മഹനീയ പ്രസ്ഥാനത്തിന് സാധ്യമായി ജീവിക്കാൻ ഭാഗ്യമുണ്ടായത് ജീവിതത്തിൽ ഏറ്റവും അനർഹമായ നിമിഷങ്ങളാണ്. അള്ളാഹു തആല സമസ്തയുടെ കൂടെ നമുക്ക് പ്രവർത്തിക്കുവാനും ദീനിൽ സേവനം രക്ഷിക്കുവാനും അവസാനം ഈമാൻ സലാമത്തായ ഈ ലോകത്തോടെ സന്തോഷത്തോടെ യാത്ര പറയുവാനും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഈ ആലിമീങ്ങളുടെ കൂടെ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഭാര്യ സന്താനങ്ങൾ, നമ്മുടെ സ്നേഹജനങ്ങൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂടെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ദുആവസിയത്തോടെ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.